അയ്യോ കഥ അയ്യോ ഓ ഒട്ടകത്തെ തൊട്ട് ഇതാണ് നമ്മൾ ഒട്ടകം इसका नाम കാളി ഏയ് കാളി നമ്മളെ കാണുന്നത് അയ്യോ മരുഭൂമി എപ്പോഴും എളുപ്പമല്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ ചെറിയൊരു തണല് കിട്ടി നമുക്ക് പെയ്യ നമ്മ തൊപ്പിട്ടിരിക്ക വെള്ളം തീർന്നു രാജസ്ഥാനിൽ വന്നിട്ട് വെറുതെ ടൗണുകൾ വരെ കറങ്ങി എനിക്ക് അത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പം എന്ത് ചെയ്തു നേരെ ജയ്പൂര് രാജസ്ഥാനിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ നേരെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ഗ്രാമങ്ങളെന്ന് വെച്ചാൽ ഇവിടെ അറിയാലോ മൊത്തം ഓപ്പൺ ഫീൽഡ് എന്ന് വെച്ചാൽ കിലോമീറ്ററോളം ഓപ്പൺ ഫീൽഡാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് കൃഷിയിടങ്ങളും ഉണ്ട് നമ്മൾ ഒരു ഒട്ടകത്തിൻ്റെ കൂട്ടത്തിനെ കണ്ടു അത് കണ്ട് ഞാൻ കയറിയതാണേ ഒരുപാട് ഒട്ടകങ്ങളുണ്ട് ഇവിടെ കണ്ടു ഒരുപാടെണ്ണം 1 2 അവിടെ 3 4 5 6 7 8 9 ഒരുപാടെണ്ണം അവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ആ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഓണറുണ്ട് ആ ഓണറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നൈസായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി വെക്കാം ഇതെങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല എന്നാൽ അതിൻ്റെ അടുത്തൊപ്പം പോയി കഴിഞ്ഞാൽ മേ ബി എല്ലാ ഫാമോ എന്തെങ്കിലും വെച്ചാൽ കാണാറുന്നു അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ നോക്കിയോട്ടെ കാരണം ഇത് എത്രത്തോളം റിസ്ക് ഉള്ളതാണെന്ന് അറിയില്ല നോക്കി എത്ര അടുത്തത് ഇത്രയും ഒട്ടകത്തിനെ ഞാൻ ആദ്യമായിട്ടോട്ട് ഇത്രയും ഒരുമിച്ച് കാണുന്നത് ഈ ഒറ്റ സാധനം കാണാൻ വേണ്ടിയിട്ടാണ് രാജസ്ഥാനിക്കൊക്കെ ഓടി വന്നിട്ടുള്ളത് കണ്ടോ ഇവര് താഴത്തെ പുല്ല് അത്യാവശ്യം തിന്ന് തീർത്ത് ഈ ചെടികൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി അതായത് താഴത്ത് ഇലകൾ കുറവാണ് ഹൈറ്റുള്ള കാരണം മുകളിലത്തെ ഇലകൾ അത് പൊട്ടിക്കുന്നത് സെയിം എസ് ജിറാഫ് ഇവിടുത്തെ എല്ലാ മരങ്ങളുടെ പ്രത്യേകത അങ്ങനെ തന്നെ താഴത്തെ അത് ഇല കാണില്ല അത് മെയിൻ കാരണം ഇവര് തിന്നിട്ടാണേ ആ കുട്ടി ഓടി വരുന്നുണ്ടോ ഇതൊരു ചെറിയ കുട്ടിയാ അത് ഓടി വരുന്നത് കാണാൻ എന്ത് രസാ എന്താ വലുത് ഒന്ന് പോന്നു ഇതാണ് നമ്മുടെ ചേട്ടൻ ഇതാണ് ഈ ചേട്ടൻ്റെ ഭാഷ മാർവാരി ലാംഗ്വേജ് ആണ് ഭയ അക്ബർ നാം ലക്ഷ്മൺ കണ്ടു ഈ ചേട്ടനാണ് നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു ഒട്ടകത്തിന് ഇത്രയും അടുത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കിത്തന ഊട്ടേ ഭയ 20 എണ്ണം അയ്യോ തൊട്ടേ ഓ ഒട്ടകത്തെ തൊട്ട് ഇതാണ് നമ്മൾ ഒട്ടകം इसका नाम കാളി ഏയ് കാളി ഓ അയ്യോ കഥ അയ്യോ കണ്ടു നമ്മള് ഒട്ടകത്തിനൊക്കെ തൊട്ട് തലോടി ഇത്ര അടുത്താ നിൽക്കുന്നത് ഓ ഈ ചേട്ടൻ ഭയങ്കര കമ്പനി കേട്ടോ കണ്ടു ഇതാണ് ചേട്ടൻ ഒട്ടകം ഇങ്ങനെ ഒരുപാട് ഒട്ടകങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് 10-20 ഒട്ടകങ്ങൾ നിൽക്കുന്നുണ്ട് പുള്ളി നമുക്ക് ചെറിയ കൊച്ചിനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാ പോകുന്നത് കേട്ടോ അപ്പൊ കണ്ടത് വലുതാണ് കണ്ടോ ഓ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഓ കണ്ടോ ചെറുത് കൂടെ ഓ ആ കണ്ടോ അതവിടെ കാനാ അതിന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് എത്ര ചെറിയ കുട്ടിയാ കണ്ടോ ഈ വലുതെല്ലാം വന്നിട്ട് 10 വയസ്സായതാണ് ഏറ്റവും ചെറുത് വന്നിട്ട് 3 വയസ്സായതാ 2 महीने का है वो 2 महीने का ओहो वो 3 महीने का അതായത് 10 साल എന്ന് പറയുമ്പോൾ 10 വർഷം വയസ്സുള്ളത് 3 മീന എന്ന് പറയുമ്പോൾ 3 മാസമാണ് കേട്ടോ വർഷം അല്ലാന്ന് തോന്നുന്നു गाड़ी होगी आपका गाड़ी नहीं है भैया पैदल ही हाँ वॉकिंग आपका पास बाइक है ना പുള്ളിയുടെ കയ്യിൽ ബൈക്ക് ഉണ്ട് നമ്മൾ ഏതോ ഒരു പോയിന്റിൽ എത്തി ഇവരിങ്ങനെ അതിന് പോയിക്കൊണ്ടേയിരിക്കും ആ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു 5-6 കിലോമീറ്റർ ഇതായിട്ട് രാത്രി കഴിഞ്ഞാൽ ഇവിടെ കെട്ടിയിടും ഇതർ ഇവിടെ തന്നെ അതിനെ കെട്ടിയിടും അത് കഴിഞ്ഞിട്ട് പുള്ളി വീട്ടിൽ പോകും പിന്നെ രാത്രി 10 മണി നേരത്തെ ഇതിന്റെ പാല് കറക്കുമെന്ന് പറഞ്ഞേ കണ്ടോ ഇതാണ് 3 മാന്ത് 3 വയസ്സ് പ്രായമുള്ള കൊച്ച ഇത് അതിന്റെ അമ്മയും
ആഹാ കണ്ടോ എന്ത് രസാലേ നമ്മൾ കാണുന്നത്. അയ്യോ അതിന്റെ മേളിൽ ചെള്ളാണോ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരുപാട് ചെള്ളിരിക്കുന്ന പോലെ ഉണ്ട്. ഇതിന് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാ. അതെ ഇത് അത്യാവശ്യം വലുതാണ്. ഇതിന് മുകളിലുണ്ട് നല്ല മുടിയുണ്ട്. ഇവര് തിന്നുന്ന മെയിൻ ആ ചെടിയുടെ പേരാണ് ബംബൂല്. നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ മറ്റേ ഗൂഗിളിൽ നോക്കിയാൽ പറഞ്ഞ ചേട്ടൻ പറഞ്ഞാ. പിന്നെ കഴിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ നീമ, നമ്മുടെ ആര്യവേപ്പ്. അതും കഴിക്കും അല്ലേ. ആൻഡ് ഉസ്ക പാനി पानी है പാനി ഹൈ. वो पीछे बात चलेगी ആ പാനി അവിടെ ദൂരത്താണ്. പെരുമിറ്റക്ക് കുറേ നേരത്തേക്ക് വെള്ളം കുടിക്കാതെയും ജീവിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് പാനി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ ഉണ്ടോ 3 എണ്ണം ഇരുന്ന് ഇല തിന്നുന്നുണ്ട്. നമുക്ക് അടുത്ത് പോകാൻ കുറച്ച് പേടിയുണ്ട്. കാരണം ഇത് ആളില്ലാത്ത സമയത്ത് എന്താവും ഇതിൻ്റെ അവസ്ഥ എന്നറിയില്ല. ആൻഡ് അവിടെ ഉണ്ടോ അവിടെ ഒരുപാട് എണ്ണം നിൽക്കുന്നുണ്ട്. ഒട്ടകത്തിനെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും ദൂരം വന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരു 10-12 കിലോമീറ്റർ ഉൾഗ്രാമത്തിലൂടെ നടന്നിട്ടുണ്ട്. ഇതേ ഇവർക്ക് തിന്നാൻ ഇഷ്ടം പോലെ ഫുഡ് ഇവിടെ ഉണ്ട്. പുല്ലാണ് ഇവരുടെ ഏറ്റവും മെയിൻ സോഴ്സ് ഓഫ് ഫുഡ്. ഒരുപാടുണ്ട്. എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല കേട്ടോ. അവിടെ ഒന്നുണ്ട്, അവിടെ 3-4 എണ്ണം ഉണ്ട്, ഇവിടെ 3-4 എണ്ണം. എവിടെ നോക്കിയാലും എവിടെ തിരിഞ്ഞാലും ഒട്ടകമാണ്. ഇത് കാണാനാണ് ഓടി പോകുന്നുണ്ടോ. ഇത് കാണാനാണ് ഞാൻ വന്നത്. എനിക്കിത് മതി. ഇത് കണ്ടു. ഇത് ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രത്യേകത ഒരു ഉറുമ്പാണ്. പക്ഷെ ഭയങ്കരമായിട്ട് കടിക്കുന്ന ഒരു തരം ഉറുമ്പാണ്. ഇത് മരുഭൂമിയിൽ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. നമ്മൾ ഈ ചേട്ടനായിട്ട് നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ ലാംഗ്വേജ് എന്ന് വെച്ചാൽ മാർവാരി എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ്. കണ്ടോ ഇതിൽ പറയുന്നത് ദേവാസി പീപ്പിൾ സ്പീക്ക് ദ സെയിം ലാംഗ്വേജസ് റബ്ബറി, റിബാരി ആൻഡ് റൈക്ക പീപ്പിൾ. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരു കാസ്റ്റിൽ പെടുന്നവരാണ്. ഇവർക്ക് ഇത്രയും ലാംഗ്വേജുകളുണ്ട്. അതിൽ ഒരു മാർവാരി അറിയുന്ന ചേട്ടനുണ്ട്. ബാക്കി കുറേ ലാംഗ്വേജ് ഇവർ പറഞ്ഞു. അത് നമുക്ക് ഹിന്ദി അല്ല, ഭയങ്കരമായിട്ട് മിക്സഡ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് കുറേ നമ്മൾ പറയുന്നത് ചേട്ടന് മനസ്സിലാവില്ല, ചേട്ടൻ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. ആംഗ്യ ഭാഷയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വലിയൊരു കിണർ കണ്ടു കേട്ടോ. കിണറിൽ വെള്ളം ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ ഇപ്പം പക്ഷി പാനിയില്ല കേട്ടോ. വെള്ളമില്ല. വെള്ളം കിട്ടാത്ത വലിയൊരു പ്രശ്നം കേട്ടോ. കാരണം കുടിവെള്ളത്തിന് ബോറടിച്ച് കുടിവെള്ളം കിട്ടും. ബാക്കി കൃഷിക്ക് വെള്ളം കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര പാടാന്ന് പറഞ്ഞത്. ഇപ്പോൾ കുടിവെള്ളം പോലും എൻ്റെ കുപ്പിയിലത്തെ തീർന്നിരിക്കുക. ഇനി എപ്പോഴാണ് വെള്ളം കിട്ടുക? ഇനി മെയിൻ ടൗണിൽ പോകണം വെള്ളം കിട്ടണമെങ്കിൽ. ഓ ഇവിടെ ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണിച്ചാൽ കേട്ടോ. കണ്ടു ഒരു കാള ചത്ത് കിടക്കുന്ന അവിടെ. ഊഫ് ഇത് അറപ്പുള്ളവർക്ക് സ്കിപ്പ് ചെയ്തോ. പക്ഷെ ഇത് എങ്ങനെ മരിച്ചെന്ന് തോന്നുമ്പോൾ പുള്ളി വേറെ എന്തൊക്കെ പറയുന്നുണ്ട്. ഇത് എങ്ങനെയോ മരിച്ചു കിടക്കുന്നുണ്ട്. ഊഫ് അതിൻ്റെ എല്ല് വര കണ്ടോ. എൻ്റെ എല്ല് കിടക്കുന്നുണ്ടോ. എൻ്റെ മോനെ. അപ്പോൾ ഒട്ടകങ്ങളെല്ലാം വളരെ ദൂരത്തേക്ക് പോയി. ആൻഡ് മുതലാളിയും പോവാ. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമല്ലോ. അപ്പോൾ ഞാനും പോവാം. ഞാൻ അത്യാവശ്യം നല്ല ഉള്ളിലേക്ക് വന്നു. ഇത് മാപ്പ് നോക്കി പുറത്തിറങ്ങുന്നത് എവിടെ എത്തി. ഒരുപാട് ദൂരം വന്നു. ഒരു 3-4 കിലോമീറ്ററോളം നമ്മൾ നടന്നു വന്നു ആളുടെ ഒപ്പം സംസാരിച്ചിട്ട്. ആൻഡ് ഒട്ടകം എവിടെ പോയി. ഒട്ടകത്തിൽ പിന്നെ സമയപ്രശ്നമില്ലല്ലോ, അതങ്ങനെ പോയി. ഞാനും പോവാം. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് വന്നിട്ട് 2ാം ദിവസം രാജസ്ഥാനിൽ വന്ന് 2ാം ദിവസം ഒട്ടകത്തിനെ കണ്ടു. അത് 1 അല്ല 2 അല്ല 10-20 എണ്ണത്തിനെ കണ്ടു. ഇനി ഇവിടെ ഇത് ജയ്പൂരാണ്. ഇവിടെ വളരെ കുറവാണ്. ഇവിടെ മരുഭൂമി വളരെ കുറവാണ്. ഇവിടെ മരുഭൂമിയേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ ടെറൈനുകളാണ്. ചിലർ ഇതിൽ കൃഷി ചെയ്യും, ചിലരിതിങ്ങനെ വെറുതെ ഇടും. പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ അങ്ങനെ വെറുതെ ഇടും. രസം ഇതൊന്നുമല്ല. നമ്മൾ ജയ്സൽമീറിലും ബിക്കനേറിലും പോകുമ്പോൾ ഇതിനേക്കാൾ ഒരുപാട് ഒട്ടകങ്ങളെ കാണിച്ചു തരാൻ പറ്റും. ഓൾസോ കൂടാതെ ഒരു ദിവസം ഒരു ഒട്ടകമുള്ള ഒരു വീട്ടിൽ നിൽക്കാനോ പറ്റുമെങ്കിൽ സംസാരിച്ച് നോക്കാം. നമുക്ക് ആരെങ്കിലും ചോദിച്ചത് ഒട്ടകമുള്ള വീട്ടിൽ നിൽക്കാനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആവും രാജസ്ഥാൻ. മരുഭൂമി എപ്പോഴും എളുപ്പമല്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. നടന്ന് ഊപ്പറടി. അതും വെയിലെന്ന് വെച്ചാൽ ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു തണൽ കിട്ടി നമുക്ക്. വെയ്യ എൻ്റെ അമ്മ തൊപ്പിട്ടിരിക്കുക. കുറച്ചേരം അവിടെ ചെറിയൊരു തണൽ കിട്ടിയപ്പോൾ ഇരുന്നതാ. അയ്യോ മരുഭൂമിയിൽ ഇത്രയും ദൂരം നടക്കും ഞാൻ വിചാരിച്ചില്ല. ആ ഒട്ടകം അങ്ങനെ പോയി. വെള്ളം തീർന്നു.
കുന്തം ഞാൻ അവിടുന്ന് വാങ്ങണമെന്ന് ചോദിച്ചാ എന്ത് കുന്തല്ലേ. പേരക്കായ ഇന്നലെ വാങ്ങിയിട്ടോ പേരക്കായ, വെള്ളം തീർന്നു. അത് കിട്ടാനില്ല. ഇവിടെ ഞാൻ കുറേ അന്വേഷിച്ച് നോക്കി, വെള്ളം കിട്ടാനില്ല. ഇനി പേരക്കായ നമ്മൾ തിരിച്ചെത്തുന്ന വരയ്ക്കുള്ള നമ്മുടെ ഫുഡ്. ഇനി ടൗണിനടുത്ത് ഞാൻ എത്ര നടക്കണം എന്നറിയില്ല. മാപ്പിൽ ഒറ്റ കാരണം കൊണ്ട് പുള്ളിക്ക് വന്നത്, പക്ഷെ വറുത്തായിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ നടന്ന് അതിൻ്റെ തലയൊക്കെ നക്കാൻ വന്നു. അത് വേറെ രസം കേട്ടോ. നമ്മളിരിക്കുന്നതിൽ ഇവിടെ മാത്രമേ കുറച്ച് തണലുള്ളൂ. ആ തണൽ നോക്കിയിട്ടിരുന്നതാ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. നല്ല ഹാപ്പി ആയിട്ടാ.